കൂട്ടുകാരെ നമസ്കാരം. നമ്മളിന്ന് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വെണ്ടയ്ക്ക ക്ലീനാക്കി എടുത്ത് വെക്കുക. കുറച്ച് നിലക്കടല എടുക്കുക, വെളുത്തുള്ളി ചതച്ചത്, വറ്റൽമുളക് കൃഷി ചെയ്തത്, കുറച്ച് സവോള നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് ഇവയെല്ലാം എടുത്ത് വെക്കാം. നമുക്ക് ഈ വെണ്ടയ്ക്കേനെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. വെണ്ടയ്ക്ക നമ്മൾ ഇതുപോലെയാണ് മുറിക്കേണ്ടത്. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നിലക്കടലേനെ ഒന്ന് ചതച്ചെടുക്കാം. നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു സബോള ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഈ നിലക്കടല ചതച്ചത് ഇട്ട് കൊടുക്കാം. തേങ്ങയല്ല നമ്മൾ ഇതിനെടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കയിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഈ വെണ്ടയ്ക്കയിൽ ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ്. വിറ്റാമിൻ എ, സി, കെ ഇവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. വെണ്ടയ്ക്ക കഴിക്കുമ്പോൾ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറച്ചിട്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കിതിലോട്ട് ഇച്ചിരി വറ്റൽമുളക് ചതച്ചിട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നമ്മുടെ വെണ്ടയ്ക്ക